Namaste, this is Shivan Balachandran Nair. Welcome to Transaka.in. We are continuing our discussions with the people of folklore department at the University of Calicut. Now with me I have Sujitha, who is doing her MPhil in folklore studies, and she is dealing more with mythologies, myths and practices. Nammalippo evada ee sthalam idu evada? ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ എയർ തിയേറ്റർ എന്ന് പറയും. ഇവിടെയാണ് ഞങ്ങളുടെ കൾച്ചറൽ ഈവൻറ്റ്സ് ഒക്കെ നടക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഫെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ? എന്താണ് റിസർച്ച് ടോപ്പിക്? റിസർച്ച് ടോപ്പിക് സർപ്പകളത്തിനെ കുറിച്ചാണ്. സർപ്പകളത്തിനെ കുറിച്ച് ടൈറ്റിൽ മീനിങ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മിത്ത് ആൻഡ് റിച്വൽ സ്റ്റഡി ബേസ്ഡ് ഓൺ സർപ്പക്കളം ഇൻ ആലപ്പുഴ മണ്ണാർശാല. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ തെയ്യം ബേസ് ചെയ്തിട്ട് ഒരു ഫിലിം തന്നെയാണ്. ഫിക്ഷൻ തെയ്യത്തിൻ്റെ ഒരു ക്രാഫ്റ്റും സിനിമയുടെ ഒരു ക്രാഫ്റ്റും ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടൊരു ഫിലിം ഡെവലപ്പ് ചെയ്യുക, ഒരു സിനിമാറ്റിക് നറേറ്റീവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം. ഇത്തരം ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഈ പ്രാക്ടീസസിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളത് ഏത് തരത്തിലാണ് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ നമ്മുടെ വിശ്വാസങ്ങളും ഇത്തരം പ്രാക്ടീസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കും? എനിക്ക് തോന്നുന്നത് എല്ലാ വിശ്വാസങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്നാണ്. തെയ്യവും നമ്മൾ പറയപ്പെടുന്നത് ഒരു അടിസ്ഥാന വർഗ്ഗത്തിൻ്റെ അല്ലെങ്കിൽ കീഴാള വർഗ്ഗത്തിൻ്റെ കല എന്ന്. കീഴാള പരിപ്രേക്ഷ്യം തന്നെയാണ് തെയ്യം, അതിന് മാറ്റമൊന്നുമില്ല. അത് തന്നെയാണ് തെയ്യം ഉണ്ടാവുന്നത്. അതും ഈ സർപ്പക്കളത്തിൻ്റെയും ഒക്കെ അനുഷ്ഠാനമായ ഒരു തലത്തിൽ തന്നെയാണ്. സർപ്പക്കളാണെങ്കിലും തെയ്യാണെങ്കിലും പണ്ട് നടന്നുകൊണ്ടിരുന്നത് കാവുകളിലാണ്. ഇപ്പോൾ അത് പക്ഷേ ഹൈന്ദവതയുടെ വരവോടുകൂടി അത് ക്ഷേത്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഹൈന്ദവതയുടെ വരവിന് മുമ്പ് തന്നെ നമ്മൾ ഈ അനുഷ്ഠാനമൊക്കെ നമ്മുടേതാണ്. കാരണം ഇപ്പോൾ ഇത് അറിയപ്പെടുന്ന ഒരു ഹിന്ദുത്വ ലേബലിലാണ്. പുറത്തുനിന്ന് ഒരാൾക്ക് വായിക്കുമ്പോൾ എല്ലാം ഹിന്ദുത്വ ലേബലായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ എല്ലാ അനുഷ്ഠാനങ്ങളും ഹിന്ദുത്വ ലേബൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ തെയ്യം അങ്ങനെയല്ല. തെയ്യം ഇപ്പോഴും അടിസ്ഥാന വർഗ്ഗങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു പ്രതിഷേധമാണ് തെയ്യം. അവരോട് ചെയ്ത ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് പ്രതിഷേധിക്കാൻ വേറൊരു മാർഗ്ഗമില്ലല്ലോ. ഒന്ന് ഈ സവർണരുടെ കീഴിലാണ് അവർണർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അടിമകൾക്ക് പ്രതിഷേധിക്കാൻ അവസരമല്ല. അപ്പോൾ ആ പ്രതിഷേധത്തിന് പകരമായിട്ട് അവർക്ക് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്ന് പ്രതിഷേധിക്കാനും ഒന്ന് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും. ഇന്ന് ആ ദൈവം എന്ന് ഹിന്ദു ദൈവങ്ങളുടെ ഒരു ലേബലിലാണല്ലോ, അല്ലെങ്കിൽ ശിവൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് തെയ്യം പെർഫോം ചെയ്യപ്പെടുന്നത്. തെയ്യം അനുഷ്ഠിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാവുകളിലാണ്. ദൈവ സാന്നിധ്യമുള്ളിടത്തെ തെയ്യം അനുഷ്ഠിക്കാവും. തെയ്യം എന്നല്ല എല്ലാ അനുഷ്ഠാന കലകളുടെയും പ്രത്യേകത. പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ വിദേശികളൊക്കെ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ തെയ്യം ചെയ്യും. ഒരു ഇതൊക്കെ കെട്ടിയിട്ട് അവിടെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പം അതൊന്നും നോക്കാറില്ലല്ലോ. സർപ്പകളത്തിലൊക്കെ കാസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഫുള്ളുകൾ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ തെയ്യത്തിൽ അങ്ങനെ നടത്തിയാലും തെയ്യം അടിസ്ഥാന വർഗ്ഗങ്ങളുടേതാണ് ഇപ്പോഴും. അതിനെ ആർക്കും ഹൈജാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ പുറത്തുള്ള ആളുകൾ പറയുമ്പോൾ തെയ്യം ഹിന്ദുത്വത്തിൻ്റെ എന്ന് പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അതൊരു പ്രത്യക്ഷത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടില്ല. ആശയപരമായിട്ടെങ്കിലും ആശയപരമായിട്ടും അതിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, അതൊന്നും രൂപപ്പെട്ടിട്ടുള്ളത് പറഞ്ഞില്ലേ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനോ. ഞാനിന്ന് നമ്മുടെ വർമ്മ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ പൊട്ടൻ തെയ്യത്തിൻ്റെ വിഷയത്തിൽ തന്നെ ആണെങ്കിലും ഒരു ഹയർ മിത്തും ലോവർ മിത്തിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹയർ മിത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു പുലയനും ശങ്കരാചാര്യൻ്റെ ശിഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ അതിനെ അംഗീകരിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പെർഫോമേഴ്സിന് പോലും ഇല്ലാണ്ട് അവരെ അതിനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ശിവനും ശങ്കരാചാര്യരുമായിട്ടുള്ള ഒരു അത്ര. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ആശയപരമായിട്ട് എൻ്റെ ഒരു കോറിൽ ഈ ഒരു തരം ഹൈജാക്കിംഗ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇൻഫീരിയോറിറ്റി എന്ന് എനിക്ക് വിളിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ആരുടെ ഇൻഫീരിയോറിറ്റി ആയിട്ടാ പറഞ്ഞത്? ഈ പെർഫോമേഴ്സ് തന്നെയാണ്. അവർക്കിടയിൽ പോലും ഞാൻ പറയുന്ന ഒരു തരം ഇൻഫീരിയോറിറ്റി ഉണ്ട്. അവർ ഇൻഫീരിയർ എന്ന് പറയുന്നത് ഞാൻ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ താഴ്ത്തിക്കെട്ടിയ ഒരു അർത്ഥത്തിലല്ല. അതെനിക്ക് മനസ്സിലായി. ഇൻഫീരിയർ എന്നാണോ അതിന് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ടാണ്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഈ ഒരു ആശയപരമായിട്ട് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കോർ എസെൻസ് നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഒരു സവർണത്വത്തിൻ്റെയും അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെയും ഒക്കെ ഒരു മേധാവിത്വം തെയ്യം പോലത്തെ കലകളിലും വേറൊരു തലത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യക്ഷത്തിൽ അതില്ലെങ്കിൽ പോലും മേധാവിത്വം വരിക എന്ന് പറഞ്ഞാൽ അതുണ്ടായിരിക്കാം എന്നല്ല ഉണ്ട്. അതിപ്പോൾ എല്ലാ അനുഷ്ഠാന കലകളിലുള്ള പോലെ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഭദ്രകാളി എന്ന് വിളിക്കുന്ന ഒരു ദേവിയുണ്ട്. അവരെ പണ്ട് അറിയപ്പെട്ടിരുന്നത് കൊറ്റൈവ എന്നാണ്. ഈ കൊറ്റൈവ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാന വർഗ്ഗങ്ങളുടേതാണ്. അത് പിന്നെ ഹൈജാക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭദ്രകാളിയായി മാറുക. പൊട്ടൻ തെയ്യത്തിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ പെർഫോമേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഈ ഹയർ മിത്ത് മാത്രമാണ്, ഈ ശങ്കരാചാര്യം ശിവനുമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ അവർക്കിടയിൽ തന്നെ ഉള്ളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ പുതിയ വർഗത്തിൽപ്പെട്ട ഒരു ആളുടെ കഥയാണ് എനിക്ക് ഈ ലോവർ മിത്ത് എന്ന് പറഞ്ഞ് കേൾക്കാൻ സാധിച്ചത്.
ആ കഥയെ അവരെ വിസ്മരിച്ചു അല്ലെങ്കിൽ അത് ബോധപൂർവ്വം മറച്ചു വെക്കുന്നതാണോ? മറച്ചു വെക്കുന്നതായിരിക്കും. പിന്നെ കാലാന്തരത്തിൽ നമ്മുടെ കഥകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ, സത്യം ചോർന്നൊലിച്ചു പോയ നുണകളാണ് മിത്ത്. അതാണ് മിത്ത് എന്ന് പറയുന്നത്. അതായത് പുരാവൃത്തം എന്ന് പറഞ്ഞാലല്ലേ മിത്ത്. സത്യം ചോർന്നൊലിച്ചു പോയ നുണകളാണ് മിത്ത്. എല്ലാ കഥകളും എല്ലാ ജാതികളും എല്ലാ ഇതുണ്ടായാലും ഇങ്ങനെ തന്നെയാണ്. കാലാന്തരത്തിൽ വരുമ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് പുതിയ കാലത്തിന് എത്തുമ്പോഴേക്കും ആദ്യത്തെ സത്യങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. സെർപ്പന്റ് വർഷിപ്പിനെ പറ്റിയും നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നാഗാരാധന മനുഷ്യന്റെ ജീവിതമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഏത് തരത്തിലാണ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നത്? നാഗാരാധനയിൽ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. പിന്നെ മെയിനായിട്ട് നാഗാരാധന നടത്തുന്നത് പുള്ളുവർ എന്നുള്ള കമ്മ്യൂണിറ്റിയാണ്. വേറെ കുറുപ്പന്മാരുണ്ട്, തെയ്യമ്പാടി നമ്പ്യാർമാരൊക്കെ നാഗാരാധന നടത്തുന്നത്. എങ്കിലും നാഗാരാധന എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരെ പുള്ളുവരെ കുറിച്ചാണ്. പുള്ളുവരുടെ അവരുടെ എന്താ പറയുക, അവരുടെ വർഗചരിത്രം പറയുന്നുണ്ട്. അവരുടെ ഹിസ്റ്ററി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അമ്മ എന്ന് പറയുന്നത് ഒരു അന്തർജനം, അച്ഛനൊരു നായരും. അവിടെ ഒരിക്കലും അവർ ജാതിയാണ് പൊക്കി കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പുള്ളുവരുടെ ഒരു വേറെന്തൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാം ഈ പുള്ളുവപ്പാട്ടൊക്കെ നടത്തുമ്പോൾ പുള്ളുവൻ കളം വരയ്ക്കാൻ പുള്ളുവൻ വേണം. കളം വരച്ച എല്ലാ കാര്യങ്ങളും പുള്ളുവനാണ് ചെയ്യുക. പാട്ട് പാടലും ബാധൊടിക്കലൊക്കെ പുള്ളുവനാണ്. പക്ഷെ പൂജ ചെയ്യുക അപ്പം നായർ വേണം. ആ നായർ വേണമെന്ന് വെച്ചാൽ പൂജ ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ കളം ശുദ്ധീകരിച്ചിട്ട് പൂജ ചെയ്യുള്ളൂ. അതായത് ഒരു അവർണ്ണൻ കയറി പിന്നെ ശുദ്ധി കളഞ്ഞില്ലേ അവിടെ, അവർണ്ണൻ കയറി പാപം വരുത്തിയ സ്ഥലത്ത് അവിടെ ശുദ്ധീകരിച്ചിട്ട് അവർ പിന്നെ രണ്ടാമത് ചെയ്യുള്ളൂ. പിന്നെ ആ പന്തൽ പൊളിക്കാൻ വീണ്ടും ഈ പുള്ളുവൻ തന്നെ വരണം. കാസ്റ്റ് സിസ്റ്റം അല്ലാതെ ഇതിന്റെ റിച്വൽ എന്നുള്ള തരത്തിൽ എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? റിച്വൽ എന്നുള്ള രീതിയിൽ പിന്നെ സർപ്പങ്ങളൊക്കെ വരുന്നത് അല്ല, എനിക്ക് തോന്നുന്നത് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ തന്നെ ഒരു ആഘോഷമായിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെയുണ്ട്. പക്ഷെ എല്ലാ റിച്വൽസും എല്ലാ വിശ്വാസങ്ങളും ഉരുത്തിരിഞ്ഞൊരു ഭയത്തിൽ നിന്നാണ്. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാ അതുപോലെ ദൈവപ്രീതി നേടുന്ന ഒരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെടില്ലേ. എന്നെയും വളരെ ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഐഡിയ ആണ് ഈ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഭയത്തിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു കാട്ടിൽ വസിച്ചിരുന്ന മനുഷ്യന്റെ ഭയത്തിൽ നിന്നും അവൻ രക്ഷ നേടാനായി. കാരണം നമ്മുടെ ഗോഡ് എന്ന ഒരു സങ്കല്പത്തെ നമ്മൾ ഇങ്ങനെ പരിശോധിക്കുന്നത് പല കൾച്ചേഴ്സിലും എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഫയറുമായിട്ടും അല്ലെ അങ്ങനെ എലമെന്റുകൾ ദൈവമായിട്ട് ഇന്ത്യൻ മിത്തോളജി പോലൊരു കാലത്ത് സൂര്യനെയും അഗ്നിയും ഒക്കെ നമ്മൾ ദൈവമായിട്ട് അപ്രാപ്യമായതിനെ ആരാധിക്കുക എന്നാണ് പറയാൻ. അതായത് നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തതാണ്. പാമ്പിനെ നമുക്ക് പേടിയാണ്. കാരണം എഴഞ്ഞ് നടന്ന് സൈലന്റ് കില്ലർ എന്നാണ് പാമ്പിനെ പറയാം. നമ്മളറിയില്ല, അത് ഒന്ന് കൊത്തി കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. ചില പാമ്പൊക്കെ ഒന്ന് തൊട്ടാൽ മരിക്കുന്ന പാമ്പുകളുണ്ട്, സൈലന്റ് കില്ലറാണ്. പിന്നെ പാമ്പിനെ ഭൂമിയോ അല്ല ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അതെന്താ വെച്ചാൽ നമ്മളൊന്നും അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ കടിച്ചാൽ നമ്മൾ മരിക്കുന്നത് ഉറപ്പാണ്. എല്ലാ പാമ്പുകൾക്കും വിഷം കൂടുതൽ ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഇതുണ്ട്. പണ്ടൊക്കെ കാടുകളിൽ താമസിക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാവും. മഴയും കാറ്റും ഒക്കെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും ഇവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് സൂര്യൻ ഉദിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ചന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുക സൂര്യനും ചന്ദ്രനെയൊക്കെ ഇവർ ദൈവമായിട്ട് കാണുക. ആ ഒരു ഇതുണ്ട്. പിന്നെ വേറൊരു വിശ്വാസം വരിക പറഞ്ഞാൽ ആദ്യം കാടിനെ ദൈവമായിട്ട് അവർ ആരാധിക്കാൻ തുടങ്ങി. കാട്ടിൽ നിന്നാണ് അവർക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ കാട്ടിൽ പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലുകളൊക്കെ അവർ കൂട്ടി വെച്ച് ആരാധിക്കാൻ തുടങ്ങുക. അങ്ങനെയാണ് കാവുകൾ ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ഒരു മരത്തിൻ്റെ കീഴെ കൊണ്ടുവച്ചു അവിടെ അവർ ആരാധിക്കാൻ തുടങ്ങുക. കാവുകളുടെ ജന്മം അങ്ങനെയാണ്. പിന്നെ പാമ്പുകളൊക്കെ നമ്മൾ കാവുകളിൽ കുടിയിരുത്തുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നാടിനെയും കാടിനെയും വേർതിരിക്കുന്ന ഒരു ബൗണ്ടറിയാണ് ഇത് വരുന്നത്. അങ്ങനെ കാടിനെ ഒരു കാവ് വയ്ക്കുന്നതോടുകൂടി പാമ്പുകൾക്ക് നമ്മളൊരു സ്ഥലം ഏർപ്പാടാക്കി കൊടുക്കുക. അത് പക്ഷേ എല്ലാം കൂടെ നല്ലതാണ്. നമ്മുടെ ഇക്കോളജി, പരിസ്ഥിതി സന്തുലനം. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ഫോർമൽ സിസ്റ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇക്കോളജിയെ കുറിച്ച് കോൺഷ്യസ് സമൂഹം നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ മോഡേൺ സയൻസിന് അപ്രാപ്യമായ പല ശാസ്ത്രങ്ങളും നമ്മുടെ പാരമ്പര്യമായ അറിവുകളിലുണ്ട്. അതിനെ നമുക്കൊരു മതത്തിന്റെ ഒരു പരിവേഷം വന്നു, അല്ലെങ്കിൽ ദൈവികമായ ഒരു പരിവേഷത്തോടു കൂടി അതിങ്ങനെ പാക്കേജ് ചെയ്ത് സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? കാരണം ഞാനീ പറഞ്ഞ എക്കോളജിയുടെ ഫാക്ടർ ആ തരത്തിലാണ് നമ്മൾ അല്ല അങ്ങനെ പാക്കേജ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു വർഷം നല്ലതായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇക്കോളജി ഇപ്പോഴും ഇതുപോലെ നിലനിൽക്കുന്നത്. നമ്മളതിലൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ ഏകദേശം ജീവിക്കും നമ്മൾ. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് പലതരത്തിൽ നമ്മുടെ തെയ്യമായിട്ട് ബന്ധപ്പെട്ട് തെയ്യം പോലത്തെ കലാരൂപമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന സ്വയം ക്യാരക്ടറായിട്ട് മാറുകയും ഈ വേദനകൾ കഥാപാത്രത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരികയും
അതിനോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു രണ്ട് തരത്തിലുണ്ട്. ഇതൊരു പെർഫോമൻസ് ആണെന്ന് തോന്നിപ്പിക്കുന്നതും തിയേറ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഒരു മൊമെന്റിലെങ്കിലും ഈ തെയ്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. ഇതൊരു പെർഫോമൻസ് അല്ലാന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഓഡിയൻസും ഒക്കെ മാറുന്ന ഒരു തരം ശരീരം വേദനിപ്പിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഇതാ ഞാൻ പറഞ്ഞു, ഒന്ന് സൈക്കിക് ഡിസോർഡർ ആണ്. ശരീരം വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഒന്ന് സൈക്കിക് ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ആക്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഇത്തരം ഒരു ഡിസോർഡർ എന്ന് നമുക്ക് പറയാം, ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാനാണ് ഞാൻ അതിനെ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ട് എന്നോട് യോജിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ടെമ്പററി സ്റ്റേറ്റ് ആണ്. ഞാൻ അതിനെ ഗ്ലോറിഫൈ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളതിനെ സൈക്കിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ എനിക്കതിനെ പറയാൻ ആഗ്രഹം either intentional or non intentional. അവിടെ സംഭവിക്കുന്നത് ബോധതലത്തിനുണ്ടാകുന്ന ഒരു മാറ്റം എന്നുള്ളതല്ലേ. അതാണ് ഞാൻ സൈക്കിക് ഡിസോർഡർ എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ഉദ്ദേശിച്ച നോൺ ഇന്റൻഷണൽ തന്നെയാണ് ഞാനും സൈക്കിക്കിന്റെ ഡിസോർഡർ എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ ഞാൻ കാണുന്ന റീഡിങ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശരീരം വേദനിപ്പിക്കുന്ന ഒന്ന് പിന്നെ അവൻ്റെ പ്രതിരോധമാണത്. അവൻ്റെ പ്രതിഷേധം അവൻ്റെ ശരീരത്തിനോട് അതൊരിക്കലും ഒരു സവർണന് കഴിയില്ല. അവനൊരു സൂചി കുത്താൻ പോലും അവന് പേടിയാണ്. ഒരു അവർണൻ പറഞ്ഞാൽ അവൻ്റെ ഒരു നാവൊക്കെ മുറിച്ച് ഇതൊക്കെ കടത്തി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അവർണർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അവനവൻ്റെ ശരീരം മുറിപ്പെടുത്തിയിട്ടാണ് അവനവൻ്റെ പ്രതിഷേധം അറിയിക്കുന്നത്. ആ രീതിയിലൊരു പ്രതിഷേധം ഉണ്ട്. നമ്മുടെ കൾച്ചറിൽ തന്നെ മുലമുറിച്ചറിഞ്ഞ സ്ത്രീകളുള്ള കണ്ണകി. ഓക്കെ, കണ്ണകി മിത്തല്ലേ ഇത് പറഞ്ഞേ? അല്ല, കണ്ണകിയുടെ അല്ല പറയുന്നത്. കണ്ണകി മുല പറിച്ചെറിഞ്ഞല്ലേ. പക്ഷെ അത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല, അവളുടെ പാതിവൃത്യത്തിന് വേണ്ടിയിട്ട്. ഒരു ഈഴവ സ്ത്രീയുടെ കഥയുണ്ടല്ലോ, മാറി മറക്കാൻ അവകാശമില്ല, ഈ പാതിവൃത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ മിത്തല്ല, അതൊരു തെയ്യം, പൂമാത തെയ്യം, ഏതോ ഒരു തെയ്യാണത്. പക്ഷെ എനിക്ക് തെയ്യത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്.